അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പോൾ തേഞ്ഞിപ്പലം പഞ്ചായത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം 8 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ജനപ്രവാഹമായിരുന്നു. ഈ വീട് ഒരു കാലത്ത് ഒരു കോടതിയായിരുന്നു. ജനങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീട്ടിൽ വെച്ച് പരിഹരിച്ചിരുന്നു. മാത്രമല്ല രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ മൊത്തം ഇവിടെ വന്ന് പോവാത്ത ആരും ഉണ്ടാവില്ല. മാത്രമല്ല പല മേഖലയിൽപ്പെട്ട ആളുകളും ജാതി മത ഭേദമന്യേ ഈ വീട്ടിൽ വന്നിട്ട് അവരുടെ ഓരോരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള ഒരു വീടായിരുന്നു. ഈ വീട് ഒരു കാലത്ത് ഒരുപാട് ജനങ്ങളുടെ ആശ്രയമായിരുന്നു. നമുക്ക് പേര് പറയാൻ തന്നെ നമുക്കറിയാൻ പറ്റും. 8 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട PM മൊയ്തീൻ കോയജി എന്നവരുടെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അന്നൊരു കാലത്ത് ഈ വീട് ജനനിബിഡമായിരുന്നു. ഇന്നിപ്പം ഇവിടെ ആരുമില്ല, എല്ലാം ശൂന്യമായി കിടക്കുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിങ്ങളെ പേരെന്തായിരുന്നു? ബാവ. ഉപ്പ മരിച്ചിട്ട് എത്ര വർഷമായി? 8 വർഷമായി. ഉപ്പ മരിക്കുമ്പം നമുക്ക് പെട്ടെന്നുള്ളൊരു മരണമായിപ്പോയി. താങ്ങാൻ പറ്റാത്തൊരു മരണത്തിലാണ് ഉപ്പാൻ്റെ മരണം. അങ്ങനെ പല ഇതും എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും ഭയങ്കര വേദന തന്നെയാണ് വന്നത്. പിന്നെ ജനങ്ങൾക്ക് അതിലുപരി ജനങ്ങൾക്കാണ് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചത്. മക്കളെക്കാട്ടിലും നഷ്ടങ്ങൾ ജനങ്ങൾക്കാണ്. ജനങ്ങളായിരുന്നു ഉപ്പാനെ അതിലുപരി സ്നേഹിച്ചിരുന്നു. അത്രയും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും എല്ലാം ഉപ്പ തന്നെയല്ലേ. അപ്പം മക്കളെക്കാട്ടിലും സ്നേഹം ഉപ്പാക്ക് ജനങ്ങളോടും ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പ എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാവരില്ല, പുറത്താവും. പക്ഷേ വീട്ടിൽ ഞങ്ങൾ 5 മക്കളുണ്ടെങ്കിലും ഞങ്ങൾ ഈ 5 മക്കൾക്ക് ഉപ്പാൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല എന്നല്ല, പക്ഷെ അതിലേറെക്കാളും കിട്ടിയ ജനങ്ങൾക്കാണ്. രാഷ്ട്രീയക്കാർക്കും സാധാരണക്കാർക്കും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഉപ്പാൻ്റെ സ്നേഹങ്ങൾ പിടിച്ചു പറ്റി. മക്കളെ വീട്ടിൽ നോക്കാനുള്ളൊരു സമയം ഉപ്പാക്ക് കിട്ടിയിട്ടില്ല. മക്കൾ എന്തിനാ പഠിക്കണത് അതുവരെ ചോദിക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല. വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും, അതേമാതിരി തന്നെ പുറത്തേക്ക് ഓടുകയും ചെയ്യും. വന്നാൽ രാത്രി ചിലപ്പം 12 മണി 10 മണി ഓരോ തിരക്കിലായിട്ടാവും. നമുക്ക് ഉപ്പാൻ്റെ കുറിച്ച് അറിയാനിട്ടല്ല, നമ്മൾ ഉപ്പാനെ സ്നേഹിക്കണമുണ്ട്, ഉപ്പ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഉപ്പാക്ക് ഞങ്ങളെ സ്നേഹിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഇത് ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതിലേറെ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്. ജനങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു ആ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ആളുകളൊക്കെ വന്നിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. ഇവിടെ ഏത് സമയത്തും രാവിലെയും രാത്രിയും എല്ലാവരും ഉപ്പാനെ കാണാൻ വേണ്ടി വന്നിരുന്നു, പല കാര്യത്തിനും. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ, പിന്നെ പള്ളി സംബന്ധമായ മദ്രസ സംബന്ധമായ പല കാര്യങ്ങളും ഇടപെടാൻ വേണ്ടിയിട്ട് ഉപ്പാനെ കാണാൻ കാര്യങ്ങളും അതാത് സമയത്ത് തന്നെ പരിഹരിച്ചു കൊടുക്കും. ഉപ്പ എന്തുണ്ടെങ്കിലും മുഖം നോക്കാതെ, ജാതി മതം നോക്കാതെ, ഏത് ജാതി ആയാലും വേണ്ടിയില്ല. ഒരു പാർട്ടി വന്ന BJP ആയാലും മാർക്സിസ്റ്റ് ആയാലും ലീഗ് ആയാലും ഏത് പാർട്ടി എന്ന് നോക്കാതെ, മുഖം നോക്കാതെ ആരാ വരുന്നത്, അതിൽ എന്താണ് ഇതിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കൊടുത്ത് തീർപ്പാക്കി കൊടുക്കുന്നവർ ഏറ്റു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുത്തിട്ട് തന്നെ ആൾ തിരിച്ചും പോവുള്ളൂ. അങ്ങനെ തന്നെ ഉപ്പാക്ക് അതിലൊക്കെ ഭയങ്കര കഴിവ് തന്നെയാണ്. ഇനിയിപ്പോൾ അധികം പറയാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ മകളാണ്, 4ാമത്തെ. പിന്നെ ഉപ്പാക്ക് ഏതായാലും ചെറിയ മക്കളോട് കുറച്ചധികം ഇഷ്ടം കൂടുമല്ലോ. അപ്പോൾ ഉപ്പ ഏറ്റവും സ്നേഹിച്ചിരുന്ന വീട്ടിൽ ഇവളെയും പിന്നെ എൻ്റെ ചെറിയ മകനുണ്ട് 5ാമത്തെ. ഇവർ 2ആളാണ് ഉപ്പാൻ്റെ ഫ്രണ്ട്സ് എന്ന് തന്നെ പറയാം. എവിടെ പോയാലും ഒപ്പരം കൊണ്ടുപോകാനും വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ഇവരാണ് ഉണ്ടാവല്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ ഇവളോട് ചോദിച്ചാൽ ഇവള് കറക്റ്റായിട്ട് കുറേ പറഞ്ഞു തരും. പേര് അയിന. എന്താ പഠിക്കാണോ? ഞാനിപ്പം എൻട്രൻസിന് ട്രൈ ചെയ്യണം. ഓക്കെ. മോന്റെ പേര് അസ്ലഹ്. പഠിക്കല്ലേ? 8ാം ക്ലാസ്. ഓക്കെ. ഞാൻ ഏകദേശം ഒരു 8ാം ക്ലാസ്സിലെത്തിയ ടൈമിലാണ് ഞങ്ങൾ വല്യപ്പാനെ കൂടുതൽ ആപ്പാപ്പ എന്നാണ് വിളിക്കാറ്.
അപ്പം അപ്പാപ്പ 7ാം ക്ലാസ്സിൽ എത്തിയ ടൈമിലാണ് മരിച്ചത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ മരിച്ചതിൻ്റെ ശേഷമാണ് അപ്പാപ്പൻ്റെ ഒരു വില അറിഞ്ഞതെന്ന് പറയണോ. ഞങ്ങളെ എന്നും രാവിലെ സ്കൂൾ ബസ് ആക്കിത്തരലൊക്കെ വലിപ്പായിരുന്നു. ഏകദേശം ഞങ്ങൾ തന്നെ 5 ആൾക്കാരുണ്ട്, 5 കുട്ടികളാണ് ഞങ്ങൾ. അപ്പം എനിക്ക് മേലെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ടൈമിംഗ് ആയിരുന്നു. അതിനൊക്കെ ഞങ്ങളെ വലിയപ്പോൾ ഓരോ ടൈമിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഞങ്ങളാക്കി തരുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഉപ്പാനെക്കാട്ടിയൊക്കെ കൂടുതൽ ഞങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വലിയപ്പാനായിട്ടായിരുന്നു. മൂപ്പര് ഏതാവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും അപ്പോൾ എത്തിയിരുന്നു. എന്താവശ്യത്തിനായാലും മൂപ്പര് എത്രയോ സ്കൂളത്തെ ആവശ്യത്തിന് എത്രയോ ഓടി എത്തിക്കണം. പിന്നെ ഇപ്പം ആ ടൈമിൽ ഗൾഫിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഉപ്പാൻ്റെ സ്ഥാനത്ത് ഞങ്ങൾക്ക് വേണ്ടിയതൊക്കെ ഞങ്ങളെ അപ്പാപ്പയാണ് ചെയ്തിട്ടുള്ളത്. ഉപ്പന്റെ മരണശേഷം ഉള്ള ഓർമ്മകൾ ഇപ്പം എങ്ങനെ തരണം ചെയ്യണത്? മരണശേഷം എന്ന് പറയുമ്പോൾ അപ്പാപ്പ ഉള്ള ടൈമിൽ ഇവിടെ ഫുള്ള് ആൾക്കാരാവും. നമ്മൾ രാവിലെ നീക്കുമ്പോഴായാലും നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ വരെ ആൾക്കാർ വന്ന് ബെല്ലടിക്കും. ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ പറയും. ഏത് നേരമായാലും ആൾക്കാർ എപ്പോഴായാലും അപ്പാപ്പനെ തിരക്കി വരും. കാരണം എല്ലാവർക്കും ഒരു ഇതാണ് അപ്പാപ്പൻ്റെ അടുത്ത് വന്ന് എന്തും റെഡിയായി കിട്ടുന്നുള്ളത്. എത്രയോ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകണതിന് മുമ്പ് എത്രയോ ആൾക്കാർ അപ്പാപ്പൻ്റെ അടുത്ത് വന്ന് എല്ലാതും സോൾവ് ആക്കിയിട്ടാണ് പോവൽ. പിന്നെ അപ്പാപ്പ ഉള്ള ടൈമിലാണ് നമ്മുടെ ഫുൾ ആൾക്കാർ സൗണ്ട് എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പാപ്പ മരിച്ചതിന് ശേഷമാണ് പിന്നെ ഒരു വീടിനൊരു അനക്കമൊന്നുമില്ല. അപ്പാപ്പ പോയതിൻ്റെ ശേഷം നമുക്ക് ശരിക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പാപ്പ മരിച്ച് ആ ടൈമിലൊന്നും തീരെ നമുക്ക് തോന്നില്ലായിരുന്നു. അങ്ങനെയും ഒരു വല്ലാത്തൊരു അപ്പാപ്പ മരിക്കണ അന്ന് ഞാൻ ചെറിയ കുട്ടി ഇനി LKG. അപ്പോൾ ഞാൻ പോയിരുന്നേരം അപ്പാപ്പ ഇവിടെ അങ്ങനെ തിണ്ണുമരുന്ന് എന്നെ നോക്കിയിരിക്കും. ഞാൻ ചെറിയ കുട്ടി എനിക്കങ്ങനെ ഒന്നും ഓർമ്മയില്ല. പക്ഷേ എന്ത് പറഞ്ഞാലും അത് വാങ്ങിത്തരും. ഇത് വല്യപ്പ നട്ട സപ്പോർട്ടർമാരാണ്. ഇതൊക്കെ അധികം ഉണ്ടായതാണ്. ഇത് ആപ്പാപ്പ നട്ട ആപ്പിൾ ചാമ്പക്കൻ്റെ മരമാണ്. ഇതിന് സീസൺ ആകുമ്പോൾ നല്ല കിട്ടലുണ്ട്. ഈ കാണുന്നത് ആപ്പാപ്പ നട്ട റംബുട്ടാൻ്റെ മരമാണ്. ഇതിമല്ലോ സീസൺ ആകുമ്പോൾ നല്ല ഉണ്ടാവലുണ്ട്. പിന്നെ വണ്ടി കുറേ മുമ്പ് അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ഇപ്പോൾ ഉപയോഗിച്ചതിന് വണ്ടിയാണ്. ഇപ്പം എൻ്റെ ഒരു വണ്ടിയും കൂടിയല്ല, ഇപ്പം എൻ്റെ ഒരു ഓഫീസ് കൂടിയായിട്ടാണ് ഇപ്പോൾ ഈ വണ്ടിനെ കൊണ്ടുനടന്നത്. കുറേ പാർട്ടീൻ്റെ പേപ്പറുകളും മറ്റും എവിടെ പോവുകയാണെങ്കിലും പാർട്ടി കാര്യത്തിന് പോവുകയാണെങ്കിലും ഇപ്പോൾ ഉപയോഗിച്ചിരുന്നൊരു വണ്ടിയായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്നത്. അതുകൊണ്ട് ഉപ്പാക്ക് ഞങ്ങൾക്ക് ഇതൊരു ഉപ്പ ഇവിടെ നിന്ന് പോയിട്ടില്ല എന്നുള്ളൊരു ഓർമ്മക്കാണ് ഞങ്ങൾ ഈ വണ്ടിയും ഇവിടെ വെച്ചത്. അങ്ങനെയൊരു സംഭവം ഇതിൻ്റെ പിന്നിലുണ്ട്. ഞങ്ങൾക്ക് ഉപ്പാനെ കാണുന്ന മാതിരിയാണ് ഈ വണ്ടിമൊക്കെ നോക്കിയാൽ ഉപ്പാനെ കാണുന്ന മാതിരിയാണ് മനസ്സിൽ തെളിഞ്ഞു വരിക. അതുകൊണ്ട് ഈ വണ്ടി ഞങ്ങൾക്ക് ഇനി ജീവിതകാലം കൊടുക്കാനും തോന്നില്ല. ഈ വണ്ടി ഉപ്പാൻ്റെ ഒരു സമ്പത്തുമാണ്, ഉപ്പാൻ്റെ ഒരു ബാക്കിയായിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഈ വണ്ടിക്ക് അങ്ങനെ പ്രത്യേകത ഞങ്ങൾ കുറേ കാണുന്നുണ്ട്. മൊയ്തീൻ കോയ ഹാജി എൻ്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു. അദ്ദേഹമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം തേഞ്ഞിപ്പാലത്ത് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലാണ്. വളരെ കാലം അദ്ദേഹം തേഞ്ഞിപ്പാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ തേഞ്ഞിപ്പാലത്തെ എല്ലാ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വപരമായ പങ്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ മനുഷ്യനെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നതും തുറന്ന് പരിചയപ്പെടുന്നതും. ആ പരിചയമാണ് വലിയൊരു ആത്മബന്ധമായി വളർന്നത്. അദ്ദേഹത്തെ 4-5 പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം ഈ തേഞ്ഞിപ്പാലത്തിൻ്റെ വികസനത്തിൻ്റെ നായകനായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളെന്ന് പറയുന്നാൽ ജാതി മത വ്യത്യാസമില്ലാതെ സമ്പന്നനെന്നോ പാവപ്പെട്ടനെന്നോ എന്നുള്ള വ്യത്യാസമില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ വലിപ്പം തേഞ്ഞിപ്പാലത്തെ രാഷ്ട്രീയ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും വളരെ ഉയർന്ന ഒരു സ്ഥാനമാണ് മൊയ്തീൻ കോയ ഹാജി. മൊയ്തീൻ കോയ ഹാജിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവും തേഞ്ഞിപ്പാലത്തോ പരിസര പ്രദേശങ്ങളിലില്ല. അതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളുമായിട്ട് സൗഹൃദമുണ്ട്, BJP പാർട്ടിയുടെ നേതാക്കളുമായിട്ട് സൗഹൃദമുണ്ട്, കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ട്. എല്ലാ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിന് സൗഹൃദം. ജനങ്ങളുമായി ഇത്രയും അടുത്ത് പെരുമാറിയ, ഇത്രയും ഇഴുകി പ്രവർത്തിച്ച
ഒരാൾ തേഞ്ഞിപ്പുറത്ത് അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എടുത്തു പറയുന്നതിനും ഇത്രയും സെക്കുലറായ ഒരാൾ, അത് വലിയൊരു യോഗ്യതയാണ്, വലിയൊരു ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സെക്കുലർ ആയ ഒരു മനുഷ്യൻ, ഒരു രാഷ്ട്രീയ നേതാവായി ആണ് ഞാൻ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത്. മറ്റദ്ദേഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള പ്രവർത്തനങ്ങളോ നേട്ടങ്ങളോ വികസന നേട്ടങ്ങളോ ഒന്നും ഞാൻ കുറച്ച് കാണുകയല്ല. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ ആ മതനിരപേക്ഷതയാണ്, മതസൗഹാർദ്ദമാണ്. അതിനുവേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള വിട്ടുവീഴ്ചകളാണ്. മാത്രമല്ല, നമ്മൾ തേഞ്ഞിപ്പലത്ത് ജനങ്ങൾ അദ്ദേഹത്തോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നത് തേഞ്ഞിപ്പലത്തോ ഈ പരിസര പ്രദേശങ്ങളിൽ ഒരു രാഷ്ട്രീയ വിദ്വേഷം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘർഷം, രാഷ്ട്രീയം മാത്രമല്ല സാമൂഹിക സംഘർഷം പോലും ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ വല്ല ബന്ധമൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അദ്ദേഹം അവിടെ ഓടിയെത്തും. അതോടെ ആ പ്രശ്നം അവിടെ പരിഹരിച്ചു. അപ്പോൾ അങ്ങനെ മുഴുവൻ ജനങ്ങളുടെയും ബഹുമാനം ആർജിക്കാൻ കഴിഞ്ഞ ഒരു വലിയ നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. തേഞ്ഞിപ്പലത്ത് ഒതുങ്ങി നിന്നു, അല്ലെങ്കിൽ വള്ളിക്കുന്ന് ഒതുങ്ങി നിന്നു എങ്കിലും അദ്ദേഹം അതിനപ്പുറം വലിയ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളും, ശ്രീ എ കെ ആൻ്റണിയൊക്കെ എപ്പോഴും തേഞ്ഞിപ്പലത്ത് വരുമ്പോൾ, ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മൊയ്തീൻ കോയ ഹാജി അനുസ്മരിക്കാതെ അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. അത്രമാത്രം ആ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ ഞാനും മൊയ്തീൻ കോയ ഹാജിയും കൂടെ ശ്രീ എ കെ ആൻ്റണി, മരിച്ചുപോയ എൻ്റെ ആത്മസുഹൃത്ത് ടി പി ഗോപിനാഥനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ശ്രീ എ കെ ആൻ്റണിയെ കാണാൻ പോയി. അപ്പോൾ ശ്രീ എ കെ ആൻ്റണി മൊയ്തീൻ കോയ ഹാജിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമൊക്കെ ഒരു ആത്മസുഹൃത്തിനെ കാണുന്ന പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ എല്ലാ ആളുകളും, ഞാൻ പറഞ്ഞില്ലേ, വലിപ്പച്ചെറുപ്പ വ്യത്യാസമില്ലാതെ എ കെ ആൻ്റണി എന്ന് പറയുന്ന ദേശീയ നേതാവിനെ എങ്ങനെ അദ്ദേഹത്തിന് ആകർഷിക്കാൻ കഴിഞ്ഞു, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ. അത്ര ഒരു വലിയ ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു നേതാവായിരുന്നു, ഒരു മനുഷ്യസ്നേഹിയായിരുന്നു മൊയ്തീൻ കോയ ഹാജി. അദ്ദേഹമായിട്ടുള്ള എൻ്റെ സൗഹൃദം ഞാൻ എൻ്റെ ഒരു യോഗ്യതയായി പറയാറുണ്ട്. തേഞ്ഞിപ്പലത്ത് ഞാൻ പുറത്ത് ഒന്ന് വന്ന് തേഞ്ഞിപ്പലത്ത് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ തേഞ്ഞിപ്പലത്ത് പിടിച്ചു നിർത്തിയത്, എന്നെ തേഞ്ഞിപ്പലത്തുകാരനാക്കിയത് ഒരു മുഖ്യ പങ്ക് മൊയ്തീൻ കോയ ഹാജിക്കും ഞാനും അദ്ദേഹമായിട്ടുള്ള ബന്ധം മൂലം ആണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ഈ അവസരത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. ഓക്കെ, താങ്ക് യു. PM മൊയ്തീൻ കോയ ഹാജി ഞങ്ങളുടെ കുട്ടിക്കാലത്തൊരു ആവേശമായി കടന്നു വന്ന വ്യക്തിയാണ്. 1979 അദ്ദേഹം നെരുൾപ്പാലത്ത് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് സ്കൂൾ കുട്ടികളായിരുന്നു ഞങ്ങൾ. മൊയ്തീൻ കോയ ഹാജിക്ക് വേണ്ടിയും മുസ്ലിം ലീഗിന് വേണ്ടിയും സിന്ദാബാദ് വിളിച്ചാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിയത്. നാട്ടിലെ മുസ്ലിം ലീഗുകാരുടെ പ്രേരണ കൊണ്ടും പിന്തുണ കൊണ്ടും ഞങ്ങൾ വിദ്യാർത്ഥികൾ മാത്രമായി ഒരു ജാഥ അന്ന് നയിച്ചിരുന്നു. അങ്ങനെയാണ് സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് ഞങ്ങളൊക്കെ കടന്നു വരുന്നത്. പിന്നീട് MSFൻ്റെ പ്രവർത്തകനായി, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനായി രംഗത്ത് വന്നപ്പോൾ സ്വാഭാവികമായും മൊയ്തീൻ കോയ ഹാജിയുമായി കൂടുതൽ അടുത്ത് ബന്ധപ്പെടാൻ അവസരമുണ്ടായി. 2000 നമ്മുടെ പഞ്ചായത്ത് വിഭജിക്കുകയും തേഞ്ഞിപ്പലം, പെരുവള്ളൂർ എന്നീ പഞ്ചായത്തുകളായി വിഭജിച്ച ശേഷം തേഞ്ഞിപ്പലത്ത് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ PM മൊയ്തീൻ കോയ ഹാജി പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. അതോടുകൂടി വളരെ ഒരു ടീം വർക്ക് പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാൻ സാധിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഗുണഫലമെന്ന് പറയുന്നത് മൊയ്തീൻ കോയ ഹാജി എങ്ങനെയാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് എന്നും ജനങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം സമീപിക്കുന്നത് എന്നും ജനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് എന്നും നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ടുണ്ടായി. ഒരു
ജനകീയനായ രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് എന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഏറ്റവും മികച്ച ഉദാഹരണമാണ് PM മൊയ്തീൻ കോയ ഹാജി. അദ്ദേഹം തേഞ്ഞിപ്പലത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചയാളാണ്. സ്വന്തം കാര്യത്തേക്കാൾ, കുടുംബത്തിൻ്റെ പരിഗണനയേക്കാൾ നാടിനെയും നാട്ടുകാരെയും പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുരംഗത്ത് നിറഞ്ഞു നിന്നത്. അതുകൊണ്ടാണ് തേഞ്ഞിപ്പലത്തെ മൊത്തം ജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും മൊയ്തീൻ കോയ ഹാജിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും പരിഗണിക്കുകയുമൊക്കെ ചെയ്തത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. അതിൽ വിജയിച്ചു എന്നതാണ് മൊയ്തീൻ കോയ ഹാജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേളകളിൽ ഓരോ തെരഞ്ഞെടുപ്പും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിലൂടെയാണ് ഞങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കിയത്. ചെറുപ്പക്കാർക്ക് എങ്ങനെയാണോ ഫുട്ബോൾ എന്നതുപോലെ തെരഞ്ഞെടുപ്പ് മൊയ്തീൻ കോയ ഹാജിയെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ആവേശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശേഷിയും തെരഞ്ഞെടുപ്പ് രംഗത്താണ് പ്രകടിപ്പിക്കാറുള്ളത്, പ്രത്യേകിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പ്. 2000 പഞ്ചായത്ത് വിഭജിച്ച സമയത്ത് തേഞ്ഞിപ്പലം ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന ഒരു സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു. കാരണം പെരുവള്ളൂരിൽ നിന്നുള്ള ശക്തമായ സപ്പോർട്ട് കൊണ്ടാണ് തേഞ്ഞിപ്പലം പഞ്ചായത്ത് അന്ന് UDFൻ്റെ പക്ഷത്തുണ്ടായിരുന്നത്. UDFൻ്റെ ഉരുക്കുകോട്ടയായ പെരുവള്ളൂർ മറ്റൊരു പഞ്ചായത്തായി മാറിക്കഴിഞ്ഞാൽ തേഞ്ഞിപ്പലം സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെടുമെന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങളന്ന് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും അതായിരുന്നു. പക്ഷേ ആ വെല്ലുവിളിയെ എങ്ങനെ വിജയകരമായി തരണം ചെയ്യാമെന്ന് പഠിപ്പിച്ചത് മൊയ്തീൻ കോയ ഹാജിയാണ്. അന്നത്തെ പ്രചരണം ഏറ്റെടുക്കുന്നതിൽ, പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിൽ, മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിൽ, പാർട്ടിയെ അതിശക്തമായി മുന്നോട്ട് നയിക്കുന്നതിൽ 2000 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള നേതൃത്വപരമായ പങ്ക് മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വളരെ ഉജ്ജ്വലമായൊരു വിജയം ആ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. തുടർന്നും തേഞ്ഞിപ്പലം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഇടവേള ഒഴിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കി നിലനിർത്തുന്നതിൽ അന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള നേതൃശേഷിയാണ്, സംഘാടക ശേഷിയാണ് അടിസ്ഥാനമായി മാറിയിട്ടുള്ളത്. തീർച്ചയായും ഒരു പ്രാദേശിക തലത്തിൽ പാർട്ടിയെയും മുന്നണിയെയും നയിക്കുകയും ആ പ്രാദേശിക തലത്തിലെ ജനങ്ങൾക്കു വേണ്ടി ജീവിക്കുകയും ചെയ്തു എന്നതാണ് മൊയ്തീൻ കോയ ഹാജിയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഗുണം. എൻ്റെ ജ്യേഷ്ഠനായിരുന്നല്ലോ മൊയ്തീൻ ഹാജി. 2017 മരണപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. 2 വയസ്സിന് വ്യത്യാസം ഞങ്ങൾ തമ്മിലുള്ളൂ. പഞ്ചായത്തൊക്കെ മൊത്തം നല്ല അഭിപ്രായങ്ങളായിരുന്നു. ഞാനൊക്കെ ഇപ്പോൾ പൊതുവെ അറിയപ്പെടുന്നത് മൊയ്തീൻ ഹാജിനെ അഞ്ചൻ, ആരോടെങ്കിലുമൊക്കെ സംസാരിക്കും മൊയ്തീൻ ഹാജിനെ അഞ്ചൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾക്കാർക്കൊക്കെ അറിയാം. ആ ഒരു ലേബലിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ജീവിതം. മൊത്തത്തിൽ മൂപ്പരെ അതല്ലേ ഈ പഞ്ചായത്തിൽ മിക്കവാറും 90% ആളുകൾക്കും മൂപ്പരെ പറ്റി എല്ലാം അറിവുള്ളതാണ്. പുതിയ തലമുറക്ക് മാത്രമേ ഇപ്പോൾ അറിയാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ രംഗത്തും പൊതുരംഗത്തും നമ്മളെ വികസന രംഗത്തിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചാണ്. ഞാൻ അനുജ എന്നുള്ള എനിക്കത് അതേ പറയല്ല, പൂഴ്ത്തി പറയുന്നതല്ലല്ലോ. അപ്പോൾ എങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള ഇതൊക്കെ തന്നെ ബോധ്യമുള്ളതായിരിക്കും. മൊയ്തീൻ കോയ ഹാജി എനിക്ക് ഒരു പാർട്ടി ലീഡർ എന്നതിലുപരി എൻ്റെ കുടുംബത്തിലെ കാരണവന്മാരിൽ ഒരാൾ കൂടി ആയിരുന്നു. അദ്ദേഹം നമ്മോട് വിട പറയുമ്പോൾ
ബാക്കി വെച്ച് പോയിട്ടുണ്ടായിരുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അഴിമതിരഹിതമായി പ്രവർത്തിക്കണമെന്ന് പുതിയ തലമുറക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ സന്ദേശമുണ്ട്. അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തിയ കാലത്തൊക്കെ തന്നെ ഇന്ന് കാണുന്ന പോലുള്ള സൗകര്യങ്ങളില്ല. ആ സമയത്ത് പാർട്ടി പ്രവർത്തനത്തിനും അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തിനുമൊക്കെയായി ഒട്ടനവധി സ്വത്തുക്കൾ വിൽപ്പന നടത്തിയിട്ടുള്ള ഒരു സഹോദരനാണ് അദ്ദേഹം. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകാൻ മൊയ്തീൻ കോയ ഹാജി ഏത് സമയവും തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ഓഫീസ് ടൈമുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ, ഗേറ്റ് ഏത് സമയത്തും തുറന്നുകൊണ്ടാണ് ഉണ്ടാവാറുള്ളത്. ആർക്കും എപ്പോഴും ഏത് പ്രശ്നവുമായി വരാം. ആദ്യം എത്തുന്ന ആളുടെ കൂടെ വിഷയം പഠിച്ച് അദ്ദേഹം നിലയുറപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി, കൃത്യസമയത്ത് ഏതൊരു യോഗം വിളിച്ചിട്ടുണ്ടോ ആ സമയത്ത് മറ്റുള്ള ആളുകൾ എത്തുന്നതിൻ്റെ മുന്നേ അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കും. അതുപോലെ ഇന്ന് കാണുന്ന പോലുള്ള നമ്മുടെ പ്രദേശങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ റോഡ് സൗകര്യങ്ങളില്ലാതിരുന്ന സമയത്ത് അന്ന് ഓരോ ആളുകളിൽ നിന്നും ഭൂമി വെട്ടി നൽകിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് തേഞ്ഞിപ്പലത്ത് മൊയ്തീൻ കോയ ഹാജി. ആ സമയത്ത് ഗുണഭോക്താക്കൾ, അതല്ലെങ്കിൽ റോഡിൻ്റെ ആവശ്യക്കാരെത്തുന്നതിൻ്റെ മുന്നേ, ഭൂമി വിട്ടു നൽകുന്നവർ എത്തുന്നതിൻ്റെ മുന്നേ മൊയ്തീൻ കോയ ഹാജി അവിടെ എത്തിയിട്ടുണ്ടാവും. പലപ്പോഴും അതിന് അടിക്കാനുള്ള കുറ്റിയും കയറും ഒക്കെ തന്നെ മൊയ്തീൻ കോയ ഹാജിയുടെ കാറിൻ്റെ ഡിക്കിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് നാട്ടുകാരായിരുന്നു വീട്ടുകാരെക്കാൾ കൂടുതൽ സമയം അവർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. തേഞ്ഞിപ്പലം എന്ന പഞ്ചായത്ത്, ഈ ഒരു പ്രദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടും കുടുംബവുമെല്ലാം. ഒരാളോടും രാഷ്ട്രീയത്തിൽ എതിരഭിപ്രായമുണ്ടെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണെങ്കിലും അവരോടൊക്കെ അദ്ദേഹം വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ കൃത്യത പുലർത്തിയിരുന്നു. തൻ്റെ പൊളിറ്റിക്സ് ഏതാണോ ആ പൊളിറ്റിക്സിൻ്റെ ഐഡിയോളജിയുമായി ബന്ധമില്ലാത്ത ആളുകളോടും അദ്ദേഹം വളരെ നല്ല സൗഹൃദം പുലർത്തിയിരുന്നു. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ടുള്ള അദ്ദേഹവുമായിട്ടുള്ള അനുഭവം, ഞാൻ തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മെമ്പറായി 2005 മുതൽ 2010 വരെ ബോർഡിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അദ്ദേഹം, അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റുമാണ്. ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ള ഒന്ന്, രാവിലെ കൃത്യസമയത്ത് അദ്ദേഹം ഓഫീസിലെത്തും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചും അദ്ദേഹം ഓഫീസിലുണ്ടാകും. ഓഫീസ് അടക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ്, ഒരു നല്ല ബിസിനസ്മാന് എങ്ങനെയാണോ അവരുടെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ തൻ്റെ ബിസിനസ് ശ്രദ്ധിക്കുന്നത്, ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം പൊതുകാര്യങ്ങളിലും ഇടപെട്ടിരുന്നതും സൂക്ഷ്മത പുലർത്തിയിരുന്നതും. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ നിന്ന് പല ഭാഗത്തു നിന്നും അദ്ദേഹത്തോട് പല സമയങ്ങളിലും എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു, ഭൂസ്വത്തുക്കളൊക്കെ ഇങ്ങനെ വിൽപ്പന നടത്തുന്ന കാര്യത്തിൽ. പക്ഷേ അദ്ദേഹം അതൊന്നും കെയർ ചെയ്യാറില്ലായിരുന്നു. പ്രയാസപ്പെടുന്നവന് വേണ്ടി അദ്ദേഹം സ്വത്ത് വിറ്റിട്ടാണെങ്കിലും അദ്ദേഹം അവർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിരുന്നത് പ്രദേശത്തെ എല്ലാവർക്കും അറിയുന്നതാണ്. പുതിയ തലമുറക്ക് അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന ഒരു കടപ്പാട്, യൂത്ത് ടീമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം, അദ്ദേഹത്തോട് ഒരു ലീഡർ എന്നുള്ളതിലുപരി ഒരു കാരണവരെന്ന ഉള്ള രൂപത്തിലായിരുന്നു തേഞ്ഞിപ്പലത്തെ പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന പ്രത്യേകിച്ച് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ കണ്ടിരുന്നത്. കൃത്യത എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യത ഉണ്ടാകുമായിരുന്നു. ഓരോ ഗുണഭോക്തൃ വിഹിതം അടക്കേണ്ട കാര്യത്തിൽ വിവിധ പദ്ധതികൾക്ക് ആ പദ്ധതികൾ കൃത്യമായി സമയത്തിന് പൂർത്തിയാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. പല സമയത്തും ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റുകളായിരിക്കും ആദ്യം തന്നെ എത്തുന്നതും അത് നേടിയെടുക്കുന്നതിലുമൊക്കെ അദ്ദേഹം ചെയ്തിരുന്നത് വലിയ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും അത് ഉദ്യോഗസ്ഥരോടും ആ രീതിയിൽ തന്നെ കൃത്യമായി ജോലി ചെയ്യിപ്പിക്കുന്നതിലും അദ്ദേഹം കാണിച്ചിരുന്ന ഒരു കൃത്യത പുതിയ തലമുറക്ക് അത് ജീവിതത്തിൽ പാലിക്കാവുന്ന പലതും അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ 2005 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ഓർമ്മ, എൻ്റെ മാതാവിൽ നിന്നല്ലാതെ എനിക്ക് ഒരാളെടുത്തുനിന്ന് അടി കിട്ടിയിട്ടുള്ളത് മൊയ്തീൻ കോയ ഹാജിൻ്റെ അടുത്തുനിന്ന്. അത് എന്നും ഓർക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സമയം പാലിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു വലിയ ഒരു മെസ്സേജ്. അന്ന് തേഞ്ഞിപ്പലത്ത്
വലിയ വാശിയേറിയ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൻ്റെ വാർഡിൽ നിന്നും ഞാൻ അന്ന് വിജയിച്ചെത്തി. അപ്പോൾ ആ എല്ലാവരും ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് അന്ന് കുറേ ഓടി നടന്ന യൂറിനൽ പ്രോബ്ലം വന്നപ്പം ഡോക്ടറെ കാണാൻ വേണ്ടി പോയി എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ സത്യപ്രതിജ്ഞ തുടങ്ങി ആ സമയത്തേക്ക് എത്താമെന്ന് വിചാരിച്ചു. പക്ഷേ എത്തിയപ്പോഴേക്ക് 1/4 മണിക്കൂർ വൈകി. അന്ന് ഇടത് LDFും UDFും ഒരുപോലെ ഈക്വലായിട്ടുണ്ടായിരുന്ന ഒരു സമയമാണ്. പഞ്ചായത്തിൽ നറുക്കെട്ട് ഭരണം തീരുമാനിക്കേണ്ട സമയത്ത് ഞാൻ എത്താൻ വൈകിയപ്പോൾ എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നു. പലരും ഫോൺ വിളിച്ചു. അങ്ങനെ ധൃതിയിൽ രാമനാട്ടുകരയിൽ നിന്ന് എത്തുമ്പോൾ വന്ന് വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് നടന്നെത്തിയപ്പോൾ തന്നെ ഒരൊറ്റ അടിയാണ് എനിക്കന്ന് തന്നത്. ആ അടിയുടെ ആ ഒരു സംഭവം എനിക്കിന്നും ഓർമ്മ വെക്കുകയാണ്. അപ്പോൾ ആ ഏത് രീതിയിലാണോ ഓരോരുത്തരെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു അനുഭവമായിരുന്നു അത്. അതുപോലെ മൊയ്തീൻ കോയജിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഈ പൊളിറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു. മൊയ്തീൻ കോയജിൻ്റെ ഏറ്റവും ചെറിയ മകന് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു കമ്മുക്കുട്ടി. അപ്പോൾ കമ്മുക്കുട്ടി ചെറുതാവുമ്പം കമ്മുക്കുട്ടിക്ക് ഒരു ഇത് വന്നു, അസുഖം വന്നു, ക്യാൻസർ ബാധിച്ചു. അദ്ദേഹത്തിന് കുറേ നാൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയി ഓടി നടന്ന ആ സമയത്താണ് തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ അന്ന് ശ്രീമാൻ AK ആൻ്റണി ആയിരുന്നു അങ്ങാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നത്. ആ മത്സര സമയത്ത് മൊയ്തീൻ കോയ ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ എലക്ഷൻ വരുന്ന ഒരു സമയമാണ് അദ്ദേഹത്തിന് ഒരു ഏറ്റവും കൂടുതൽ മാനസിക സുഖം ഉണ്ടാകുന്ന ഒരു സമയം. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹം കൂടുതൽ സമയത്തും ഇവരുടെ AK ആൻ്റണിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓട്ടമാണ്. തൻ്റെ മകൻ സുഖമില്ലാതെ സീരിയസ് ആയി കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മകൻ്റെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യുകയും അവനെ ഡോക്ടറെ കൂടുതൽ ചികിത്സക്കും ഒക്കെ കൊണ്ടുപോകുന്നതിന് പകരം ആ സമയത്തും അദ്ദേഹം ഈ ഒരു ഇതിൽ ഡിവോട്ടഡ് ആയിരുന്നു. ആ ഒരു ബന്ധം അന്ന് അദ്ദേഹം കാണിച്ച ഈ AK ആൻ്റണിയോട് കാണിച്ചിരുന്ന ആ ഒരു സ്നേഹവും പൊളിറ്റിക്കലി പാലിക്കേണ്ട ഒരു മര്യാദ അദ്ദേഹം കാണിച്ചതിലും AK ആൻ്റണി അദ്ദേഹത്തിൻ്റെ പല സമയങ്ങളിലും AK ആൻ്റണി പല ആളുകളോടും മൊയ്തീൻ കോയാജിയെ പോലുള്ള പ്രാദേശിക ലീഡേഴ്സിൻ്റെ പല ആളുകൾക്കും പഠിക്കാനുണ്ട് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഡൽഹിയിൽ പോയ സമയത്ത് ഞാൻ യൂത്ത് ലീഗിൻ്റെ നാഷണൽ ലീഡർഷിപ്പിലേക്ക് വന്നപ്പോൾ ഒരിക്കൽ നമ്മൾ AK ആൻ്റണീനെ ഡൽഹിയിൽ വെച്ച് കണ്ട സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു ലീഡർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ മലപ്പുറത്തു നിന്നാണ്, ഇന്ന സ്ഥലത്തു നിന്നുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരെ ചോദിച്ചത് PM മൊയ്തീൻ കോയ ഹാജി ആയിരുന്നു. എനിക്ക് മൊയ്തീൻ കോയ ഹാജി മറക്കാനാവാത്ത ഒരു സഹോദരനായിരുന്നു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ അദ്ദേഹം പറഞ്ഞു അന്ന് മരിച്ച ആ കുട്ടിയെക്കുറിച്ച് ഒക്കെ അദ്ദേഹം കമ്മുക്കുട്ടിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയായിരുന്നു. ആ പറയുന്ന സമയത്തും ശ്രീമാൻ AK ആൻ്റണിയെ പോലുള്ള ഒരു ലീഡറിൻ്റെ കണ്ണിൽ അദ്ദേഹത്തിന് ആ ഒരു വിഷമം അദ്ദേഹത്തിലൂടെ നമുക്ക് വായിച്ചറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആജിയാരുടെ പോലെ പൊളിറ്റിക്കലി കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ഇന്നത്തെ പുതിയ തലമുറയിൽ നമുക്കറിയാം. പല ആളുകളും ഓരോ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴും ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ അവർ സ്ഥലം വിടുന്ന ഒരു സാഹചര്യം പുതിയ തലമുറയിൽ ഉയർന്നു വരുമ്പോൾ എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തന രംഗത്ത് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകേണ്ടത് എന്ന് ഹാജിയാരിലൂടെ പുതിയ തലമുറക്ക് പഠിക്കാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളിപ്പോൾ ഉള്ളത് പാണമ്പ്ര ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിയിലാണ്. ഈ ഖബർസ്ഥാനിയിൽ ഈ കാണുന്ന ഖബർ PM മൊയ്തീൻ കോയ ഹാജിയുടെ ഖബറാണ്. 10/7/2017 നമ്മളോട് വിട പറഞ്ഞ ഒരു മഹാവ്യക്തിത്വമായിരുന്നു മൊയ്തീൻ കോയ ഹാജി. ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാലം നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയും ഈ നാടിൻ്റെ ഓർമ്മക്കായി കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ബാക്കിവെച്ച് ഒരുപാട് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ബാക്കിവെച്ച ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മൊയ്തീൻ കോയ ഹാജി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താൻ ഈ മഹലിലെ ഖത്തീബ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ സന്തോഷമുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ പങ്കുചേരുകയാണ്. അതുകൊണ്ട്
മൊയ്തീൻ കോയജിയെ വരും തലമുറ അറിയണം, നമ്മുടെ വളർന്നു വരുന്ന തലമുറ. അതുപോലെ മൊയ്തീൻ കോയജിയെപ്പോലെ ആ നഷ്ടപ്പെട്ട വിടവിലേക്ക് നികത്താൻ വേണ്ടി വരും തലമുറയിൽ നിന്ന് ആളുകൾ നമുക്കുണ്ടാവുകയും വേണം എന്നുള്ള നിലക്കാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ പ്രശംസനീയമായിരുന്നു. ഈ നാടിനിക്ക് മറക്കാൻ കഴിയാത്ത പ്രവർത്തനമാണ്. അദ്ദേഹം ഇന്ന് ഖബറിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഖബറിനൊക്കെ വിശുദ്ധ റമദാൻ്റെ മഹത്വം കൊണ്ട് സ്വർഗ്ഗപൂന്താപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ.